നമ്മുടെ ഫോണിലേക്ക് ആരെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് വളരെ കുറവായത് കൊണ്ട് തന്നെ ആ കോൾ പെട്ടെന്ന് തന്നെ കട്ടായി പോവുകയോ അല്ലെങ്കിൽ ക്ലിയർ ഇല്ലാതാവുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡും വളരെയധികം കുറഞ്ഞിട്ടായിരിക്കും ആ സമയത്തൊക്കെ ഉണ്ടാവുക. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായി നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ സെറ്റിംഗ്സിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ സിം ടൂൾ കിറ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സിം ടൂൾ കിറ്റ്. ഓക്കെ, ടൂൾ കിറ്റ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഓപ്ഷൻ നമുക്ക് അവിടെ വരും. അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴെയായിട്ട് ഇവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിയർ ക്യാഷ് എന്ന് മാത്രം കൊടുക്കുക. ഇത്തരത്തിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് വളരെ കൂടുകയും അതുപോലെ തന്നെ ഫോൺ വിളിക്കുന്ന സമയത്ത് കട്ടാവുകയില്ല, അതുപോലെ തന്നെ ഡ്രോപ്പ് ആവുകയൊന്നും ചെയ്യില്ല. അടുത്തതായിട്ട് നമ്മുടെ ഫോണിലുള്ള വൈഫൈ സ്പീഡ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മുടെ വൈഫൈ ഒന്ന് റീഫ്രഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ കോൺടാക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം കീപാഡ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് *2663 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ # എന്ന് കൊടുക്കുക, കോഡ് കൊടുക്കുക. ഇത്തരത്തിൽ കൊടുക്കുന്ന സമയത്ത് ഒരു കോഡ് റണ്ണിങ് ആകും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ വൈഫൈ കണക്ഷൻ നല്ല രീതിയിൽ തന്നെ വർക്കാവുകയും ചെയ്യും. വൈഫൈ ഒന്ന് റീഫ്രഷ് ആയി ലഭിക്കുന്നതായിരിക്കും. അടുത്ത സെറ്റിംഗ്സിലേക്ക് പോകാം. നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ വോൾട്ടേ എന്ന് സെർച്ച് ചെയ്യുക. വോൾട്ടേ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിൽ നിന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ വോൾട്ടേ എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ട് പറ്റും. ഇത് നിങ്ങളുടെ ഫോണിൽ ഓഫ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ചില ഫോണുകളിൽ ഇത് ഡിഫോൾട്ടായിട്ട് ഓഫ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് ഓൺ ചെയ്ത് കൊടുത്താലുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ സിഗ്നൽ കുറവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കട്ടായിട്ടായിരിക്കും നമുക്ക് കോൾ കേൾക്കുകയും അതുപോലെ തന്നെ ഒരാൾ വിളിക്കുന്ന സമയത്തൊക്കെ അത് കട്ടായിട്ടായിരിക്കും നമുക്ക് ഇടവിട്ട് കേൾക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചില സമയത്ത് കോൾ ഡ്രോപ്പായി കട്ടായി പോകാറുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം ഇത് ഓഫായി കിടക്കുന്നതുകൊണ്ടാണ്. ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സിഗ്നൽ കുറവാണെങ്കിൽ നമുക്ക് കട്ടാകാതെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അടുത്ത സെറ്റിംഗ്സിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നെറ്റ്വർക്ക് അറ്റ് ഇൻ്റർനെറ്റ് എന്ന ആ ഒരു ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സിം അറ്റ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന ആ ഒരു ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതാണ് സിം ഉപയോഗിക്കുന്നത് ആ സിമ്മിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ പ്രിഫർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോണിൽ ഡിഫോൾട്ടായിട്ട് 5G എന്നാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ നിങ്ങളുടെ പരിസരത്തൊന്നും തന്നെ 5G സിഗ്നൽ വളരെ കുറവായിട്ടാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ LTE എന്ന് മാറ്റി കൊടുക്കുക. കാരണം 5G റെക്കമെൻഡ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ശരിയായ രീതിയിലുള്ള 5G സിഗ്നൽ ഇല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. 4Gയിലേക്കും 5Gയിലേക്കും ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ഇന്റർനെറ്റ് സ്പീഡ് വളരെ കുറവായിട്ടായിരിക്കും ഉണ്ടാവുക. നല്ല രീതിയിൽ ഇന്റർനെറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത്തരത്തിൽ നെറ്റ്വർക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും കോൾ വിളിക്കുന്ന സമയത്ത് നമ്മളെ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് അത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. കോൾ ഡ്രോപ്പ് ആകും, കട്ടാകും, അതുപോലെ തന്നെ വിളിച്ചാൽ കിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് 5G നെറ്റ്വർക്ക് വളരെ കുറവാണെങ്കിൽ വെറുതെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ 4Gയിലേക്ക് മാറ്റി കൊടുക്കുക. അതായത് LTE എന്നതിലേക്ക് മാറ്റി കൊടുക്കുക. അടുത്ത സെറ്റിംഗ്സിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷനായ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഓട്ടോ അപ്ഡേറ്റ് ആപ്പ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോൺ വളരെയധികം സ്ലോ ആകും. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് വളരെയധികം സ്ലോ ആകും. നമ്മൾ അറിയാതെയായിരിക്കും ഇത്തരത്തിലൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ തീർന്നു പോകും. അതുപോലെ തന്നെ ഇതിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് വളരെയധികം സ്ലോ ആയിട്ടായിരിക്കും ഇൻ്റർനെറ്റ് വർക്കാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ഓവർ വൈഫൈ ഓൺലി എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നതിലേക്ക് മാറ്റി കൊടുക്കുക. ഞാനിവിടെ ഡു നോട്ട്
ഓട്ടോ അപ്ഡേറ്റ് എന്നതിലേക്ക് മാറ്റി കൊടുത്തിരിക്കുകയാണ്. നിങ്ങളും അത്തരത്തിൽ കൊടുക്കുക. അത്തരത്തിൽ കൊടുത്താൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് വളരെയധികം കൂട്ടാനായിട്ട് പറ്റും. ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് കുറവായിട്ടാണ് നിങ്ങളുടെ ഫോണിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് ലാഭിക്കാനായിട്ടും പറ്റും. അടുത്ത സെറ്റിംഗ്സിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ആക്സസ് പോയിന്റ് നെയിം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ആക്സസ് പോയിന്റ് നെയിം. അപ്പോൾ അത്തരത്തിലൊരു ഓപ്ഷൻ താഴെ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സിൽ ആക്സസ് പോയിന്റ് നെയിം എന്നൊരു ഓപ്ഷൻ നമുക്ക് പിന്നീട് ഒന്നുകൂടി കാണാനായിട്ട് പറ്റും. അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതാണോ കണക്ഷൻ ഉപയോഗിക്കുന്നത് ആ കണക്ഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡും അതുപോലെ തന്നെ കോൾ വിളിക്കുന്ന സമയത്ത് ഡ്രോപ്പ് ആകാതിരിക്കാനും കട്ടാകാതിരിക്കാനും ക്ലിയർ ഇല്ലാതിരിക്കണമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് ലഭിക്കാനുമാണ് നമ്മൾ ഈ സെറ്റിംഗ്സ് ചെയ്യുന്നത്. ഇതിൽ ആദ്യമായി ചെയ്യേണ്ടത് ഓതൻറ്റിഫിക്കേഷൻ ടൈപ്പ് എന്ന ആ ഒരു ഓപ്ഷനിൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ പാപ്പ് ഓർ ചാപ്പ് എന്ന് 3 ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എല്ലാ സമയത്തും വീട്ടിൽ വെക്കുന്ന മൊബൈലാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് സ്പീഡ് ലഭിക്കുന്നത് എന്നറിയാനായിട്ട് നിങ്ങൾ പാപ്പ് എന്നുള്ളതിൽ ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. പാപ്പ് സെലക്ട് ചെയ്യുക, അവിടെ ഒന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ചാപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി ഗൂഗിളിൽ പോവുക, ഇൻ്റർനെറ്റിൻ്റെ സ്പീഡൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് സ്പീഡ് വീടിനുള്ളിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതെല്ലാം നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന മൊബൈലാണെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഏത് പാപ്പിലാണോ അല്ലെങ്കിൽ ചാപ്പിലാണോ ഏറ്റവും കൂടുതലായിട്ട് ഇൻ്റർനെറ്റ് സ്പീഡ് ലഭിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പാപ്പ് ഓർ ചാപ്പ് എന്നിലേക്ക് മാറ്റി കൊടുക്കുക. അത്തരത്തിൽ മാറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏതെല്ലാം പ്ലേസുകളിൽ മാറി മാറി പോകുന്നു അവിടെ ഏതാണോ ഉള്ളത്, പാപ്പാണോ ചാപ്പിലാണോ ഏറ്റവും കൂടുതലായിട്ട് ഇൻ്റർനെറ്റ് സ്പീഡ്, അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവുകയും നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് നല്ല രീതിയിൽ കൂട്ടി നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ താഴെ VPN പ്രോട്ടോക്കോൾ എന്നുള്ളതും APN റോമിംഗ് പ്രോട്ടോക്കോൾ എന്നുള്ളതും നിങ്ങൾ രണ്ടും ഇത്തരത്തിൽ മാറ്റി കൊടുക്കുക. IPv4 IPv6 എന്നുള്ളതിലേക്ക് മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ APN റോമിംഗ് പ്രോട്ടോക്കോളും അതേ രീതിയിൽ ഇവിടെ കാണുന്ന രീതിയിൽ നിങ്ങൾ മാറ്റി കൊടുക്കുക. ശേഷം താഴെ നെറ്റ്വർക്ക് ടൈപ്പ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന പോലെ തന്നെ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ ടിക്ക് മാർക്ക് ഞാൻ കൊടുത്തതാണ്. ഇവിടെ തൊട്ട് ഈ ടിക്ക് മാർക്ക് കൊടുത്ത് മുഴുവനും തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ സേവ് എന്ന് കൊടുക്കുക. മുകളിൽ സേവ് എന്നുണ്ടാകും, അതൊന്ന് സേവ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിതെല്ലാം ചെയ്തതിന് ശേഷം സേവ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ അവിടെ സേവ് ആവുകയില്ല. പിന്നെ നമ്മൾ ഈ ചെയ്തതൊന്നും തന്നെ അതിലേക്ക് നമുക്ക് ലഭിക്കുകയില്ല, അതിനുള്ള ഗുണം നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഇതെല്ലാം സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണൊന്ന് റീബൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ റീബൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയതിനു ശേഷം ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് ഒന്നുകൂടി സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഒന്നുകൂടി നോക്കുക. തീർച്ചയായും നിങ്ങളുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ വിളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വിളിക്കുന്ന സമയത്തോ കോൾ കട്ടാവില്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എത്രത്തോളം ഇൻ്റർനെറ്റ് കൂടിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.